ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ എഴുന്നേറ്റ് ഒരല്പം വെള്ളം ഞാനീ പറയുന്ന ദിക്കിലേക്ക് ഞാനീ പറയുന്ന രഹസ്യമായ ഒരു വരി ജപിച്ചുകൊണ്ട് തളിക്കുക. നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും ഇത് ചെയ്യുക. എല്ലാവിധ വാസ്തുദോഷങ്ങളും മാറുവാനും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ എന്തു തന്നെയാണേലും അത് ഉപരിയായിട്ട് വലിയ വലിയ ഐശ്വര്യങ്ങളും സമ്പത്തും ഭാഗ്യവും ഭാവിയിൽ വരുവാനും അതുപോലെ കടബാധ്യതകൾ തീർന്നു കിട്ടുവാനും ശത്രുദോഷങ്ങളെ ശാപദോഷങ്ങളെ ആഭിചാര ദോഷങ്ങളെ ഇങ്ങനെയുള്ള ഈ നമുക്കെതിരെ വരുന്ന ആരൊക്കെ ചെയ്യുന്ന എന്തൊക്കെ നമുക്കെതിരായുള്ള പ്രവർത്തികളും നമുക്ക് ഏൽക്കാതിരിക്കും. മാത്രമല്ല ഇപ്പം ചില വീടുകളിൽ ഇപ്പം വാസ്തു ദോഷം, അതായത് ഇപ്പം നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയിലായിരിക്കും ചിലപ്പോൾ ഗേറ്റ് ഇരിക്കുന്നത്, അല്ലെ കന്നിമൂലയിൽ ആ ഗേറ്റിൽ കൂടെ ആയിരിക്കും കയറി ഇറങ്ങുന്നത്. അത് അത്രയൊരു നല്ല കാര്യമല്ല. കന്നിമൂല അങ്ങനെ അവിടെ കൂടെ കയറിയ കന്നിമൂല ഭാഗത്തൂടെ കയറി ഇറങ്ങുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ചിലപ്പോൾ തെക്ക് ഭാഗം ചിലപ്പോൾ കുഴിഞ്ഞു കിടക്കുകയായിരിക്കും. അതും ഒരു നല്ല ലക്ഷണമല്ല. കാരണം തെക്ക് ഭാഗം കുഴിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകും. അപ്പൊ അത് അവിടെ ഇച്ചിരി ഉയർന്നു കിടക്കണമെന്നാണ്. ഇങ്ങനെ വാസ്തു സംബന്ധമായ ഏത് തരത്തിലുള്ള ചില വീടുകളിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും കിണറിരിക്കുന്നത്. അപ്പൊ പലവിധ പ്രശ്നങ്ങളെ, കുട്ടികൾക്കും ഒരു നല്ല ജോലിക്ക് തടസ്സങ്ങള്, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചില വീടുകളിൽ തെക്ക് കിഴക്കേ മൂലയിൽ മതില് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുമായിരിക്കും. അപ്പോൾ അത് ആ വീട്ടിലെ കുട്ടികളുടെ ഉയർച്ചയിൽ അത് ബാധിക്കും. കാരണം ഇത് പറയാൻ കാര്യം, ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ചിലയിടത്ത് കണ്ടത്, നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടത്, നമുക്ക് പരിചയമുള്ളവർ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പം തെക്ക് കിഴക്കേ മൂലയിലെ മതിൽ ആ ഇടിഞ്ഞു പൊളിഞ്ഞ് കടന്ന് അതവർ റെഡിയാക്കി. അവിടുത്തെ ഞാൻ പറഞ്ഞു കൊടുത്ത ആ ഒരു കുട്ടിക്ക് ഇപ്പം വീട്ടിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിലെ വർക്ക് ചെയ്യുവാണ്. നല്ല ശമ്പളത്തിൽ രക്ഷപ്പെട്ടു. ഒരു വിധത്തിൽ രക്ഷപ്പെടാതെ നടന്നതാണ്. അപ്പം ഇതൊക്കെ അനുഭവമാണ്, മനസ്സിലായില്ലേ? എന്ന് കരുതി ഇപ്പം നിങ്ങൾക്ക് വീട്ടിലൊരു ഇപ്പം ഗേറ്റ് മാറ്റാനോ അല്ലെങ്കിൽ വീട്ടിൽ വലിയ പൈസ മുടക്കി ചെയ്യാനോ അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ ആവശ്യമുള്ളവർ, കാശുള്ളവർ ചെയ്യുകയോ ചെയ്യാതിരിക്കും. ഞാൻ പറയുന്ന ലളിതമായ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അതിനൊക്കെ ഈ ഒരു രഹസ്യ വരി ജപിച്ച് രാവിലെ ഞാനീ പറയുന്ന ദിക്കിലേക്ക് നോക്കി അല്പം വെള്ളം തളിച്ചാൽ മതി. ഈ എല്ലാവിധ ദോഷങ്ങളും മാറുവാനും ആ വീട്ടിൽ സമ്പത്ത്, ഐശ്വര്യ, ഉയർച്ച ഒക്കെ ഉണ്ടാകാനും ശത്രുദോഷങ്ങൾ ഏൽക്കാതിരിക്കാനും. പിന്നെ നിസ്സാര കാര്യം, നമ്മുടെ ഫോണിന്റെ അവസാനത്തെ നമ്പർ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഫോണിന്റെ നമ്പർ ഉണ്ടല്ലോ, അതിൽ അവസാനത്തെ നമ്പർ, ആ നമ്പറിൽ നമ്മളുടെ ജനനത്തീയതിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടോ, ഇല്ലെങ്കിൽ അത് എങ്ങനെ റെഡിയാക്കി എടുക്കാം അത് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ വാഹനത്തിന്റെ നമ്പർ, ആ നാലക്കം തമ്മിൽ കൂട്ടുമ്പോൾ ഒരു ടോട്ടൽ കിട്ടും. ആ ടോട്ടൽ നമ്മുടെ ജനനത്തീയതിയുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്തു ചെയ്യാം. ഇങ്ങനെ പിന്നെ നിങ്ങൾക്കൊരു ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ആ കമ്പ്യൂട്ടറിൽ ജനനത്തീയതി അനുസരിച്ച് പാസ്വേഡ് തയ്യാറാക്കിയാൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ മൊബൈൽ ആയിക്കോട്ടെ, ജനനത്തീയതി അനുസരിച്ച് പാസ്വേഡ് തയ്യാറാക്കണം. ആ ഒരു രീതിയും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. നല്ല ഉയർച്ച വരും. ഞാനങ്ങനെ പറഞ്ഞു കൊടുത്ത ആളുകൾക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട്. ഞാനങ്ങനെ പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തിക്ക് ഈ അടുത്ത കാലത്ത് കണ്ടപ്പം അവർക്ക് നല്ല മാറ്റമുണ്ടായി. സ്വന്തമായ ഓഫീസും സ്ഥാപനങ്ങളും സ്വന്തമായ വർക്കും, ഒരു 10,000 രൂപ തികച്ച് കാണാത്ത ആൾ ഇപ്പം ലക്ഷങ്ങളുടെ വർക്കുകളാണ് ചെയ്യുന്നത്. ഇപ്പം കൃത്യമാണത്. ഇതൊക്കെ ഇതിനകത്തൊക്കെ കാര്യമുള്ള കാര്യമുണ്ട്, ഇതിനല്ലാതെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഉണ്ട്. എനിക്ക് ബോധ്യമെന്നുള്ള ശരിയെന്നുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. പിന്നെ ഭൂമി സംബന്ധമായ കേസ്, വഴക്ക്, ഇതിനൊക്കെ സുബ്രഹ്മണ്യന് ചെയ്യേണ്ട കാര്യം, ഇത്രയും കാര്യങ്ങളായിരുന്നു പറയുന്നത്. ഇത് കാണാതിരുന്നാൽ എനിക്കൊരു നഷ്ടമല്ല, നിങ്ങൾക്ക് നഷ്ടം. കാരണം അടുത്ത ദിവസം അടുത്ത വീഡിയോയിലേക്ക് ഞാൻ പോകും. ഇത് അറിയാതിരുന്നാൽ അവനവന് തന്നെയാണ് നഷ്ടമെന്ന് ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു. അത് അത്ര കാര്യങ്ങളാണെന്ന് പറയുന്നത്. ആവശ്യമുള്ളവർ മുഴുവൻ കാണുക, അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. കണ്ടിട്ട് കാര്യമില്ല, അത് മനസ്സിലാക്കുക, പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ ഈശ്വരന് നന്ദി പറയുക, അത്രയേ ഉള്ളൂ. എന്നെ വഴി വെച്ച് കണ്ടിട്ട് മിണ്ടിയില്ലേ പോലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളതൊന്നും ബാധിക്കത്തില്ല. നമ്മൾ ആ ഈശ്വരമായ വിദ്യ ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ഈശ്വരന് നന്ദി പറയുക. നമ്മളൊരു പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഞാൻ
ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ, അറിയാമല്ലോ, ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യം. ലളിതമായി ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന വഴിപാടുകളും വീട്ടിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളും അങ്ങനെ ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത്. അത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലെ ആ രീതി പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശകലനം ചെയ്യാം, അല്ലെ വിശകലനം ചെയ്യാതിരിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കി വോയിസ് ആയിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ, നല്ല കാര്യമായിരിക്കണം, നിങ്ങളുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണെങ്കിൽ, നല്ല കാര്യമാണെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാനത് എനിക്കറിയാവുന്ന നല്ല പരിഹാരം പറഞ്ഞുതരും. അതിന് ഫീസൊന്നുമില്ല. ഒരുത്തിനോട് പാറ വെക്കുന്ന കാര്യമോ ഒരുത്തിനെ നശിപ്പിക്കുന്ന കാര്യമോ ഒരുത്തിന് ദോഷം ചെയ്യുന്ന കാര്യമോ പ്രേമകാര്യങ്ങളോ ഒന്നും ചോദിക്കരുത്. ഞാനത് ആരോടും ഒരു അഭിപ്രായം പറയത്തില്ല. ന്യായമായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണം, ഉയർച്ച ഉണ്ടാകണം, അതിനുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചുരുക്കി വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ചോദിക്കാവുള്ളൂ. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്, തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം പറഞ്ഞു തരും. എന്ത് പറഞ്ഞാലും ആത്മാർത്ഥമായിട്ട് ഞാൻ പറയത്തുള്ളൂ, പറഞ്ഞു തരും. അതിന് ഫീസൊന്നുമില്ല. പിന്നെ വിശകലനം ചെയ്യുന്ന ആവശ്യമുള്ളവർ ചെയ്യാനും നിശ്ചിത ഫീസുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പം ഇനി ഫോൺ വിളിച്ചാൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരുവാണ്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എൻ്റെതായ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഉണ്ട്. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. പിന്നെ യോഗ വിദ്യകളെ അത് ഇതൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെതായ യോഗ വിദ്യകളുണ്ട്, റിസർച്ച് ഉണ്ട്. ഇപ്പം പല പല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെറിയ റിസർച്ചുകൾ നടത്തും. ഇനിയിപ്പം ഈ കൈയക്ഷരമില്ലേ, അതേക്കുറിച്ച് ചില റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിരലടയാളങ്ങളെ, വിരലിലെ രേഖകളെ, ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെതായ പല പല സമയങ്ങളിൽ പല കാര്യങ്ങൾ, അതുപോലെ ഈ പേരിൻ്റെ ശാസ്ത്രം, അങ്ങനെയുള്ള ഈ നമ്മളെ പേരിൻ്റെ അകത്ത് ഭാഗ്യം വരുന്ന നമ്പർ വരുന്ന രീതി ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പലതും ഗവേഷണം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ നാരായണ ഭട്ടതിരിയുടെ ചമൽക്കാരമണി എന്ന് പറഞ്ഞൊരു ജ്യോതിഷ ഗ്രന്ഥമുണ്ട്, അതും ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. നല്ലതാണ്. നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളും അല്ല, ചില ഗ്രന്ഥങ്ങളിൽ ചില കാര്യങ്ങൾ കൃത്യമാണ്. അങ്ങനെ എന്നെ ആകർഷിക്കുന്ന ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിലാണ് പിന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. എനിക്ക് എൻ്റെതായ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ വർക്കുകൾ സമയത്തിന് തീരുന്നില്ല, വാട്സപ്പിൽ അതും കിടക്കുകയാണ്. അതുകൊണ്ടാണ് സാഹചര്യം പറയുന്നേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയൊക്കെ ചെയ്ത് കഴിഞ്ഞ് മതി. നമ്മൾ അല്പം വെള്ളം ഉള്ളം കയ്യിലെടുക്കുക. വലത് കൈയുടെ ഉള്ളം കയ്യിലെടുത്ത് ഈ ഒരു മന്ത്രം ജപിച്ച്, ഈ മന്ത്രം നിങ്ങൾ എഴുതി വെച്ചോണം. ലളിതമായ ഒരു വരിയേ ഉള്ളൂ. ശ്രീമൻ നാരായണ പാദപങ്കജം സർവ കർമാർപ്പണം സദാ സർവദ. ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതി കൂടി ഇട്ടേക്കാം. ശ്രീമാൻ എന്നല്ല, ശ്രീമൻ നാരായണ എന്നുള്ള നാരായണ, നാ നീട്ടണം കേട്ടോ. ശ്രീമൻ നാരായണ പാദപങ്കജം, ഭഗവാന്റെ പാദങ്ങൾ. ശ്രീമൻ നാരായണ പാദപങ്കജം സർവ കർമാർപ്പണം, എൻ്റെ എല്ലാ കർമ്മങ്ങളും ആ പാദത്തിൽ സമർപ്പിക്കുന്നു എന്നാണ് അതിനർത്ഥം. സദാ സർവദ, എന്നും എപ്പോഴും ഭഗവാന്റെ പാദത്തിൽ എൻ്റെ എല്ലാ കർമ്മങ്ങളും സമർപ്പിക്കുന്നു. ശ്രീമൻ നാരായണ പാദപങ്കജം സർവ കർമാർപ്പണം സദാ സർവദ എന്ന് വാഗുകൊണ്ട് പറഞ്ഞു വെള്ളം തിളയ്ക്കുക. അത് വീടിൻ്റെ മുറ്റത്തോ അവിടെ മുറ്റത്ത് തെളിച്ചാൽ മതി. ആ വെള്ളം തെളിച്ചിട്ട് നിങ്ങൾ ഭഗവാനെ ഹൃദയത്തിൽ, ആ കൈകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച് വാഗുണ്ടും മനസ്സിലും ഓരോ തവണ കൂടി ജപിക്കുക. വെള്ളം തെളിച്ച് ഈ മന്ത്രം ജപിച്ചിട്ട് വെള്ളം ഒന്ന് തളിക്കുക. ബാക്കി വെള്ളം വേണമെന്നില്ല, ബാക്കി കയ്യിൽ ആ വെള്ളത്തിൻ്റെ അംശം കാണുമല്ലോ, അത് നിങ്ങളിങ്ങനെ ചേർത്ത് പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച് വാഗുണ്ട് ഒരു തവണ ജപിക്കണം. ശ്രീമൻ നാരായണ പാദപങ്കജം സർവകർമാർപ്പണം സദാ സർവദ എന്ന് വാഗുണ്ട് ജപിച്ചിട്ട് മനസ്സിൽ ജപിക്കുക. എന്നിട്ട് ഭഗവാനിലെല്ലാം സമർപ്പിക്കുന്നതായിട്ട് മനസ്സ് സങ്കല്പിക്കുക. ഇത് സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാം. നിത്യേന രാവിലെ ചെയ്യുക. ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ എല്ലാ കർമ്മങ്ങളും, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സംരക്ഷകൻ ആരാ? ഭഗവാനാ. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിയുടെ വാസ്തുദോഷങ്ങൾ മാറുന്നത്, ശാപദോഷങ്ങൾ മാറുന്നത്. ആ വ്യക്തിക്കെതിരെ ചെയ്താലും ഒന്നും ഏൽക്കത്തില്ല. കാരണം ശ്രീമൻ നാരായണൻ തന്നെ നമുക്ക്
സഹായമായിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മളെല്ലാ കർമ്മങ്ങളും ഭഗവാനെ സമർപ്പിച്ചിരിക്കുക സദാ സർവദാ. സർവകർമാർപ്പണം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഇങ്ങനെ ഭഗവാനിൽ നിങ്ങൾ ലയിച്ചു ഇത് ചെയ്തു കഴിയുമ്പോൾ 3 രീതിയിൽ ചെയ്യണം. ഒന്ന്, ഇത് ജപിച്ചുകൊണ്ട് വെള്ളം തിളയ്ക്കുക, വാ കൊണ്ട് വീണ്ടും ഇത് ആ കൈ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച വാ കൊണ്ട് ജപിക്കുക, പിന്നെ മനസ്സിൽ ജപിക്കുക, ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച്. അപ്പോൾ ഈ ജലം കൊണ്ടുള്ള വിദ്യകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. പെട്ടെന്ന് ജീവിതം മാറ്റാൻ പറ്റും ജലം കൊണ്ടുള്ള വിദ്യകൾക്ക്. കാരണം നമ്മൾ ചിതാഭസ്മം ഒഴുക്കുന്നത് എവിടാ? നമ്മളെ ഏതെങ്കിലും ഒരു പുണ്യ തീർത്ഥത്തിൽ കൊണ്ടാ. എന്തുകൊണ്ടാണ് ജലത്തിൽ ഒഴുക്കുന്നത്? അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഓർത്താൽ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. അത് ആ മോക്ഷം കിട്ടാൻ വേണ്ടിയാണ്. കാരണം ജലം എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിൽ തന്നെ ജലമാണ് ജലത്തിന്റെ അളവ് തന്നെ വളരെ 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 കൂടുതലാണ്. ജലത്തിന്റെ അളവ് തന്നെ. ജലം എന്ന് പറഞ്ഞാൽ നമ്മൾ ജലം കൊണ്ടുള്ള ഇപ്പം സീരിയലിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് മഹർഷിമാർ വെള്ളം എടുത്ത് ശപിക്കുന്നത്. ഇതൊന്നും ചുമ്മാ അല്ല കേട്ടോ. വെള്ളം എടുത്ത് ശപിച്ചാൽ കേൾക്കും. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ വെള്ളം എടുത്ത് തളിച്ച് അനുഗ്രഹിച്ചാലും കേൾക്കും. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ഞാനതിനെക്കുറിച്ച് പണ്ടൊരു വീഡിയോ പറഞ്ഞായിരുന്നു. വെള്ളമെടുത്ത് ഒരാളെ നമ്മൾ മനസ്സിരുത്തി എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് ന്യായം കാണണം. ഒരിക്കലും ശപിക്കരുത് കേട്ടോ. ശപിച്ചു കഴിഞ്ഞാൽ അതിന്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നിങ്ങളങ്ങനെ ചെയ്യരുത്. ഞാൻ ജലത്തിന്റെ ശക്തി പറഞ്ഞുതരാൻ പറഞ്ഞ അങ്ങനെ ശപിച്ചത് ഫലിച്ച അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നേരിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടായി പറയുന്നത്. ഞാൻ ആ ഭാഗത്തെ അതിനെക്കുറിച്ചൊക്കെ ചെറിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ ജലം കൊണ്ട് അനുഗ്രഹിക്കാനും പറ്റും. വെള്ളം തൊട്ട് ഉള്ള പ്രാർത്ഥനകൾക്ക് പ്രത്യേക ശക്തി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെള്ളം വലതുകൈയുടെ ഉള്ളംകൈയിൽ അല്പം വെള്ളം മതി. വെള്ളമെടുത്ത് ശ്രീമൻ നാരായണ എന്ന് പറയുമ്പോൾ നാന്ന് നീട്ടണം. ദീർഘവിട്ടാ ജപിക്കേണ്ടത്. ശ്രീമൻ നാരായണ പാദപങ്കജം സർവകർമാർപ്പണം സദാ സർവദാ തളിച്ചു. അതിന് പ്രത്യേക ശക്തിയാണ്. അതിപ്പം നിങ്ങളുടെ മുറ്റത്തോ എവിടെ വേണമെങ്കിലും തെളിക്കാം. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ തെളിച്ച് മുറ്റത്തായിട്ട് തെളിച്ചാൽ മതി. പേരിന് മതി, തൂളിച്ചാൽ മതി. ഇത് എവിടെ വേണേലും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിന് ഉള്ളിലാണ് ചെയ്യുന്നെങ്കിൽ ഒന്ന് തളിച്ചിട്ട് അവിടെ അങ്ങ് തുടച്ച് വൃത്തിയാക്കണം. തെന്നെ വീഴാത്ത രീതി തെങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യുക. വെളിയിലാണെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത് തളിക്കുക. ഇതിന് പ്രത്യേക ശക്തിയാണ് ഈ ജലം കൊണ്ടുള്ള വിദ്യകൾക്ക്. അതിൻ്റെ ചില രഹസ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കുളിച്ചീറനോടെ വഴിപാട് നേർന്നാൽ പെട്ടെന്ന് ഫലം കിട്ടും. എത്ര അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുത്തങ്കാവിലമ്മയ്ക്ക് കുളിച്ചീറനോടെ വഴിപാട് നേർന്ന അനുഭവങ്ങൾ. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് അത്രയും ശക്തി ഉണ്ടെന്ന് നിങ്ങൾ അറിയുക. ഇതറിഞ്ഞ് നിങ്ങളത് ചെയ്യുക. ഇനി നിസ്സാര കാര്യമാണ് ഞാൻ പറയാം. നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ നമ്മുടെ മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ അക്കം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ജനിച്ച തീയതി 1 ആണെങ്കിൽ, 1 എന്ന് പറയുമ്പം 1-ാം തീയതി ജനിക്കുന്നവരും 10-ാം തീയതി ജനിക്കുന്നവരും 28-ാം തീയതി ജനിക്കുന്നവരും 19-ാം തീയതി ജനിക്കുന്നവരും എല്ലാം 1 എന്ന ഗണത്തിലാണ് പെടുന്നത്. കാരണം കൂട്ടിയാൽ 1 കിട്ടുന്നതും 1ന്റെ ഗണത്തിലാണ് പെടുന്നത്. 1, 10, 19, 28 ഈ തീയതികൾ മാസം ഏതും ആയിക്കോട്ടെ ജനിച്ചവരുടെ ആ മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ അക്കം 1, 4 വരുന്നത് വളരെ നല്ലതാണ്. പകരം 7 വരുവാണെങ്കിൽ ഉണ്ടല്ലോ വളരെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അപ്പം നമ്മൾ ആ നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതല്ല, ഇപ്പം നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരുപാട് ആളുകൾക്ക് ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ചെറിയൊരു മൊബൈൽ എടുക്കാം. എന്നിട്ട് ആ മൊബൈലിൽ നമുക്ക് പുതിയൊരു നമ്പർ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അവസാനം 1, 4 വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജനന തീയതി 1, ആ 1-ന് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിച്ചു വരാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂവളത്തിലെ അർച്ചനയും ഞായറാഴ്ചകൾ ചെയ്യുക. പെട്ടെന്ന് മാറ്റം വരും. ഇതാരും പറഞ്ഞിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തെക്ക് കിഴക്കേ മൂലയിലെ മതിലിടിഞ്ഞു കിടന്ന് അത് കെട്ടി ആ കുട്ടി ഇന്ന് തൊഴിൽപരമായിട്ട് വലിയ മാറ്റമാണ്. ഇന്നിപ്പം വീട്ടിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിലെ വർക്ക് ചെയ്യുക. അത് കൃത്യമാണ്. കാരണം ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ നമ്മുടെ പരിശ്രമം കൂടെ വേണം. പക്ഷെ എങ്കിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നിസ്സാര മൊബൈൽ നമ്പറിന്റെ കാര്യമാണ്. ഇനിയും 2 എന്ന ജനനസംഖ്യ ഉള്ളവരാണെങ്കിൽ 2, 20, 11, 29 ഈ തീയതികളിൽ ജനിച്ചവരെ മാസം ഇവിടെ വിഷയമല്ല. ഈ പറയുന്നതിനെല്ലാം
ഡേറ്റ് മാത്രം നോക്കിയാൽ മതി. അത് 2 എന്ന ജനനസംഖ്യ വരുന്നവരാണ്. 2, 20, 11, 29 എന്ന് വെച്ചാൽ കൂട്ടിയ 2 കിട്ടുന്നത്. അവരുടെ മൊബൈൽ നമ്പറിന്റെ അവസാനം 2 വരുന്ന ഭാഗ്യം നൽകും, 7 വരുന്ന ഭാഗ്യം നൽകും. പകരം 8ഓ 7ഓ വന്നാൽ അത്ര നല്ലതല്ല. അപ്പൊ അതിന് 2 മാർഗങ്ങളാണ്. ഒന്ന്, വേറെ ഒരു ചെറിയ മൊബൈൽ, ആ ഭാഗ്യം വരുന്ന സംഖ്യ അവസാനം വരത്തക്ക രീതി എടുക്കാം. ചെറിയൊരു മൊബൈൽ എടുത്താൽ മതി. അല്ലെങ്കിൽ ഈ 2-ാം തീയതി ജനിച്ച ആള് തിങ്കളാഴ്ച ദേവീ ക്ഷേത്രത്തിൽ രാവിലെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ചെയ്യുക, നല്ല മാറ്റം വരും. അത് സാധിക്കുന്ന പോലെ ഇത് ആഴ്ചകൾ ആവർത്തിക്കണം. മനസ്സിലായില്ലേ? ഇത് ഒരാഴ്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല, സാധിക്കുന്ന പോലെ ആവർത്തിക്കണം, വിശ്വാസത്തോടുകൂടി ചെയ്യണം, നല്ല മാറ്റം വരും. ചെയ്തു നോക്കുക നിങ്ങൾ. ഇനി 3 എന്ന ജനനസംഖ്യ ഉള്ളവർ, 3, 12, 21, 30 ഈ തീയതികളിൽ ജനിച്ചവർ 3 വരുന്നത്. അവരുടെ മൊബൈലിന്റെ അവസാനത്തെ നമ്പർ 3 വരുന്നത് നല്ലതാണ്. 6 വരുന്നതും വലിയ കുഴപ്പമില്ല, നല്ലതാണ്. 9 വരുന്നതും നല്ലതാണ്. പക്ഷേ 8 വരുന്നത് അത്ര നല്ലതല്ല. അവര് ഈ പറഞ്ഞ പോലെ ചെയ്യുക. 3 അനുകൂലമല്ലാത്ത നമ്പർ ആണെങ്കിൽ വ്യാഴാഴ്ച കൃഷ്ണന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ത്രിമധുരവും കൂടെ ചെയ്യുക. അത് വ്യാഴാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഡെഫിനറ്റ് ആയിട്ട് നല്ല മാറ്റം വരും. ഇനി 4 എന്ന ജന്മസംഖ്യ ഉള്ളവർ, അതായത് 4, 13, 22, 31 ഇതിലേതെങ്കിലും ഒരു തീയതി ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിന്റെ അവസാനം 4 വരുന്നത് നല്ലതാണ്, 1 വരുന്നത് നല്ലതാണ്. ഇനി അവസാനം ഈ 4 ജന്മസംഖ്യ ഉള്ളവരുടെ മൊബൈൽ നമ്പറിന്റെ അവസാനം മിക്കവാറും 8 ആയിരിക്കും വരുന്നത്. അത് അറിയാതെ തന്നെ വരാറുണ്ട്. ചിലർക്കൊക്കെ നിങ്ങൾ തന്നെ നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും. ചിലർക്കൊക്കെ 8 വരുന്നത്, അവരറിയാതെ എടുക്കുന്നതാണ്. പക്ഷെ ഈ 4, 8 ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതുപോലെ വണ്ടിയുടെ നമ്പർ ആണെങ്കിലും 4 അക്കം തമ്മിൽ കൂട്ടിയാൽ 4 ജനന തീയതി ഉള്ളവർക്ക് വണ്ടിയുടെ ആ 4 അക്കം തമ്മിലുള്ള 4 അക്കം കൂട്ടിയാൽ ഒരു ടോട്ടൽ കിട്ടുമല്ലോ. അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ മിക്കവാറും 8 വരും. കാരണം ഇത് 8 കണക്ഷൻ ഉണ്ട് ഈ 4 എപ്പോഴും. പക്ഷെ അത് ചിലർക്കത് നല്ലതാണ്, ചിലർക്കത് ദോഷമാണ്. ഇനി നല്ലതല്ലെന്നുണ്ടെങ്കിൽ, നമ്മുടെ അനുഭവത്തിൽ നല്ലതാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്കത് അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക, ശനിയാഴ്ചയും കൂടെ ചെയ്യുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. നല്ല മാറ്റം വരും, ഒരു സംശയം വേണ്ട. പിന്നെ ഇടയ്ക്ക് നാഗക്ഷേത്രത്തിൽ പോയി നാഗരാജാവിന് ഞായറാഴ്ച നെയ്വിളക്കം കൊടുക്കുക, നല്ല മാറ്റം വരും, ഒരു സംശയം വേണ്ട. ഇനി 5 എന്ന ജനനത്തീയതി ജനിച്ചവരാണെങ്കിൽ മൊബൈൽ നമ്പർ അവസാനത്തെ അക്കം 5ഓ 9ഓ വരുന്ന ഏറ്റവും നല്ലതാണ്. പക്ഷേ 7ഉം 8ഉം വരുന്ന അത്ര നല്ലതല്ല. അപ്പം ആ 5കാര് ബുധനാഴ്ച കൃഷ്ണന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്താൽ മതി. സാധിക്കുന്ന പോലെ ബുധനാഴ്ചകൾ ആവർത്തിക്കണം. പിന്നെ ചൈതന്യം കൂടിയ കൃഷ്ണക്ഷേത്രം, ഗുരുവായൂരോ അമ്പലപ്പുഴയോ ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ അങ്ങനെ ഏതെങ്കിലും, ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി 4 ക്ഷേത്രം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ചൈതന്യം കൂടിയ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ കൂടി മാസത്തിലൊന്ന് ദർശനം നടത്തുന്നത് നല്ലതാണ്. ഇനി 6 എന്ന ജനനത്തീയതിയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ 6 എന്ന ജനനത്തീയതി ആകുമ്പോൾ ഏതൊക്കെ വരും? 6, 15, 24 ഈ തീയതികളിൽ ജനിച്ചവർ 6 വരുന്നു. 5 വരുന്ന ഏതൊക്കെ തീയതികളിൽ ജനിച്ചവരാ? 5, 14, 23 അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. ഇനി 6 ജനനത്തീയതി വരുന്നവരെ 6, 15, 24 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം 6 വരുന്നവരാണ്. ഇവരുടെ മൊബൈലിന്റെ അവസാനത്തെ അക്കം 4 വരുന്ന ഏറ്റവും നല്ലതാണ്. സൂപ്പറാ 4 വരുന്നത്. ആ ഒറ്റ കാര്യം മതി അവരുടെ ജീവിതത്തിൽ മാറ്റം വരാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആരും പറഞ്ഞായിരുന്നില്ല കേട്ടോ, അത്ര ചില രഹസ്യങ്ങളാണ്. 4 വരുന്നത് ഏറ്റവും നല്ലതാണ്. ഈ 6കാരുടെ 4ലുള്ള സംഭവങ്ങൾ ഇപ്പൊ അവര് 4, 13, 22, 31 ഇതിലേതെങ്കിലും ഒരു ദിവസങ്ങളിൽ വലിയ ഇപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ അത് അവരുടെ ഈശ്വരാധീനവും വേണം, അവർക്ക് പറ്റുന്ന കാര്യങ്ങളും ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡേറ്റുകൾ പ്രയോജനപ്പെടുത്തുന്നത് നല്ലതാണ്. ഈ 6, 4 കണക്ഷൻ ഉണ്ട്. അപ്പം 6 വരുന്നവരുടെ മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ അക്കം 4, 1, 6, 3 വരുന്നത് നല്ലതാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പക്ഷെ 6 ജനനത്തീയതി ജനിച്ചവരും 3 ജനനത്തീയതി ജനിച്ചവരും തമ്മിൽ എപ്പോഴും ഈഗോ ക്ലാഷ് ഉണ്ടായിരിക്കും. പക്ഷെ 6 ജനനത്തീയതി വരുന്നവർക്ക് 3 എന്ന സംഖ്യ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇതൊന്നും ഒരിടത്തും കിട്ടത്തില്ല. അത് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കണം. ഇനിയും ഈ 6 ജനനത്തീയതി വരുന്നവർക്ക് 8 അവസാനം വരുന്നത് നല്ലതല്ല. എല്ലാം ഡിലേ ആയിരിക്കും, എല്ലാം കാലതാമസമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 6 ജനനത്തീയതി ഉള്ളവർ അവർ ഭദ്രകാളി അമ്മയ്ക്ക് വെള്ളിയാഴ്ചകളും
അതുപോലെ ആ പൗർണമി ദിവസങ്ങളും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ആവർത്തിക്കണം. വെള്ളിയാഴ്ചകൾ, ഇപ്പം വെള്ളിയാഴ്ച ഒരു മാസം 4 വെള്ളിയാഴ്ച ഉണ്ടല്ലോ, വെള്ളിയാഴ്ചകളും പൗർണമി വരുന്നതെന്നും ഭദ്രകാളിയമ്മയ്ക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വളക്കൂടെ അല്ലെ നെയ്യൂടെ സമർപ്പിച്ചാൽ നല്ല മാറ്റം വരും. ഒരു സംശയം വേണ്ട. പിന്നെ ചോറ്റാനിക്കര പോലുള്ള ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക. ചൈതന്യം കൂടിയ, ഞാനൊരു ക്ഷേത്രം പറഞ്ഞതേ ഉള്ളൂ, ചോറ്റാനിക്കര ആയിക്കോട്ടെ, ചെട്ടികുളങ്ങര ആയിക്കോട്ടെ, കരിക്കനേത്ത് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം ശക്തിയുള്ള. അപ്പം ഇങ്ങനെ ശക്തി കൂടിയ ഭദ്രകാളി ക്ഷേത്രങ്ങൾ മാസത്തിലൊന്ന് ദർശനം നടത്തണം. വലിയ മാറ്റം വരും. എഴുതി വെച്ചു. ശരിയായിട്ട് ചെയ്താൽ മനസ്സിലാക്കി ചെയ്തു. ചുമ്മാ ചെയ്യുന്ന എല്ലാവർക്കും മാറ്റം വരണമെന്നില്ല. കറക്റ്റ് ആ മാറ്റം വരേണ്ട രീതിയിൽ എന്തു ചെയ്യുന്നോ അവർക്കേ മാറ്റം വരത്തുള്ളൂ. ഇപ്പൊ എല്ലാവരും നാമം ജപിക്കുന്നുണ്ട്, എല്ലാവർക്കും പെട്ടെന്ന് ഫലം കിട്ടണമെന്നില്ലല്ലോ. ആ വിളിയെ ഭഗവാനിൽ ആരുടെ ചെല്ലുന്നോ അവരുടെ ജീവിതം മാറി തുടങ്ങും. അല്ലെങ്കിൽ എപ്പോഴാ വിളി ഭഗവാനിൽ ചെല്ലുന്നോ അപ്പം തൊട്ട് ജീവിതം മാറി തുടങ്ങും. അങ്ങനെ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. അത് മനസ്സിലാക്കിയാൽ വൃദ്ധ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അല്ലാതെ എല്ലാം ഫലമാകുമെന്ന് വിചാരിക്കരുത്. ഫലമാകേണ്ട രീതിയിൽ ആര് ചെയ്യുന്നോ, അല്ലെ ഫലമാകേണ്ട രീതി എപ്പോഴാകുന്നോ അപ്പോഴാണ് മാറ്റം വരുന്നത്. അതിന് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഇനിയും 7 ജനന തീയതി ജനിച്ചവർ, ഇപ്പൊ 7, 16, 25 ഈ തീയതികളിൽ ജനിച്ചവരൊക്കെ 7 ജനന തീയതി ജനിച്ചവരാണ്. ഈ 7 ജനന തീയതി ജനിച്ചവർക്ക് സിനിമ, സീരിയൽ, നാടകം, അഭിനയം, തിരക്കഥ, എഴുത്ത്, വീഡിയോഗ്രഫി, വൈൽഡ് വീഡിയോഗ്രഫി, യാത്ര, ഇവരെ മറ്റുള്ളവർ ചിന്തിക്കാത്തതിനപ്പുറത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ടീമുകളാണ്. വിദേശ ഭാഷകൾ പഠിക്കാൻ അവസരം, യാത്രകളോട് താല്പര്യം, ചെറിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് സംഖ്യാജ്യോതിഷത്തിനകത്ത്. ഞാൻ ചെറിയതായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാനതല്ല പറയാൻ പോകുന്നത്, വേറെ കാര്യമാണ്. 7 ജനനത്തീയതി ജനിച്ചവരുടെ മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ അക്കം 7ഓ 2ഓ വരുന്നത് നല്ലതാണ്. പക്ഷെ 8 വരുന്നത് അത്ര നല്ലതല്ല. മനസ്സിലായല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? 7 ജനനത്തീയതി ജനിച്ചവർ ഗണപതിക്ക് വെള്ളിയാഴ്ച ഗണപതിക്ക് കറുകമാലയും മുക്കുറ്റിമാലയും നൽകുന്ന നല്ലതാണ്. പിന്നെ ഏതെങ്കിലും നിവേദ്യം നൽകുന്ന നല്ലതാണ്. പക്കനാളിനും ചെയ്യാം, നല്ല മാറ്റം വരും. വെള്ളിയാഴ്ചകളും പക്കനാളും. ഇനി 8 ജനനത്തീയതി ജനിച്ചവര്, അവരുടെ 17, 8, 26 ഈ തീയതികളിൽ ജനിച്ചവരല്ല 8 ജനന തീയതി ഉള്ളവരാണ്. ഇവരുടെ മൊബൈലിന്റെ അവസാനത്തെ നമ്പർ 8 വരുന്നത് നല്ലതാ, 3 വരുന്നത് നല്ലതാ. പക്ഷെ 7ഉം 4ഉം അത്ര നല്ലതല്ല. ഇനിയും അങ്ങനെ ഉണ്ടെങ്കിൽ ഇവര് കൃഷ്ണക്ഷേത്രത്തിൽ ശനിയാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും തിരുമധുരവും ചെയ്യണം. നല്ല മാറ്റം വരും. ചെയ്ത് നോക്കിയോ. വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. പിന്നെ നമ്മുടെ പ്രയത്നം കൂടെ എല്ലാ കാര്യത്തിലും ഉണ്ടാകുമെന്നാണ്. അങ്ങനെ ചെയ്തവർക്കൊക്കെ അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. 9 എന്ന ജനന തീയതി ഉള്ളവര്, 9, 18, 27 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം 9 ജനന തീയതി ഉള്ളവരാണ്. ഇവര് മൊബൈൽ നമ്പറിന്റെ അവസാനം 5ഓ 9ഓ വരുവാണെങ്കിൽ സൂപ്പർ, ഏറ്റവും നല്ല 5ഓ 9ഓ വരുവാണെങ്കിൽ. എന്നാൽ 7ഓ 8ഓ വരുവാണെങ്കിൽ കുറെ പ്രതിസന്ധികൾ ഉണ്ടാകാം. 7ഓ 8ഓ വരികയാണെങ്കിൽ അപ്പൊ എന്തു ചെയ്യണം? ഒരു ചൊവ്വാഴ്ചകളും അതുപോലെ പൗർണമി ദിവസവും പക്കനാളിനും ഭദ്രകാളിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നെയ്യും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നല്ല മാറ്റം വരും. ഇതാണ്. അങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ചെറിയ സിമ്പിൾ കാര്യമാണ്. ഈ സിമ്പിൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്യുന്ന നോക്കെ. ചെറിയ കാര്യങ്ങളിലാണ് വലിയ കാര്യങ്ങൾ ഇരിക്കുന്നത്. മനസ്സിലായല്ലോ. വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചേരുന്നതാണ് വലിയ കാര്യങ്ങൾ. അതറിയുന്നവനാണ് ബുദ്ധിമാൻ, ജീനിയസ്. വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവനെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ കാര്യം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ വേണം പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെ നിങ്ങൾക്ക് മൊബൈലിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങളെ ജനനത്തീയതി 1 ആണെങ്കിൽ 1ഓ 4ഓ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്ക്. ഒരു 4 അക്കം മൊബൈലിൽ 4 അക്കോ 5 അക്കോ 6 അക്കോ എത്ര അക്കം ആണെങ്കിലും അക്കങ്ങൾ അടിക്കുക. 0 വരരുത്. ഈ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ 1ഓ 4ഓ വരണം, നല്ലതാണ്. 2 ആണെങ്കിൽ 2ഓ 7ഓ വരണം. 3 ആണെങ്കിൽ 3 വരും, നല്ലതാണ്. 9 വരും, നല്ലതാണ്. 4 ആണെങ്കിൽ 1ഓ 4ഓ വരും, നല്ലതാണ്. ജനനത്തീയതി 5 ആണെങ്കിൽ 5ഓ 9ഓ വരുന്നത് നല്ലതാണ്. ജനനത്തീയതി 6 ആണെങ്കിൽ 4, 6 നല്ലതാണ്, 3 നല്ലതാണ്. ജനനത്തീയതി 7 ആണെങ്കിൽ 7ഓ 2ഓ വരുന്നത് നല്ലതാണ്. ജനനത്തീയതി 8 ആണെങ്കിൽ 8, 3 നല്ലതാണ്. ജനനത്തീയതി 9 ആണെങ്കിൽ 5ഓ 9ഓ വരുന്നത് നല്ലതാണ്. നല്ല മാറ്റം വരും. ചെയ്ത് നോക്കുക. ഇതൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അറിയുമ്പോഴാണ് ജീവിതത്തിൽ അതിന്റെ ഗുണം ഉണ്ടാകും. നിങ്ങൾ ചെയ്ത് നോക്കിയോ. ചെയ്തവർക്ക് അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇനി വാഹനങ്ങളുടെ നമ്പർ ആണെങ്കിലും 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ ഒരു ടോട്ടൽ കിട്ടുമല്ലോ. ആ ടോട്ടൽ കിട്ടുമ്പോൾ അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ഒരു സംഖ്യ വരും. അതും ജനനത്തീയതിയായിട്ട് ഒരേ സംഖ്യ ആണെങ്കിൽ വലിയ നല്ല ഗുണമാണ്. ഇതുപോലെ തന്നെ
ഓരോ ജനനത്തീയതി ജനിച്ചവർക്കും അവർക്ക് ചേരുന്ന സംഖ്യ അല്ലെങ്കിൽ അതിന്റെ പ്രതിസന്ധികളും ഉണ്ടാകും. അതിനും ഈ പറഞ്ഞ പോലെ ആ ദിവസങ്ങളിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അതാത് ദേവന് അതാത് ജനനത്തീയതിയുള്ളവർ ചെയ്താൽ മതി. ഈ ഭൂമി സംബന്ധമായ കേസുകളെ, വഴക്കുകളെ, വിവാഹ തടസ്സങ്ങളെ, ചൊവ്വാ സംബന്ധമായ ദോഷങ്ങളെ, ദാമ്പത്യ കലഹങ്ങളെ, അതുപോലെ സദാ ദുരിതങ്ങളെ, സാമ്പത്തിക തകർച്ചകളെ എന്നിവയെല്ലാം മാറാൻ സുബ്രഹ്മണ്യന് അഷ്ടോത്തരാർച്ചന ചെയ്യുന്ന നല്ലതാണ്. ഇത് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനാണ് ഒരു 12 ദിവസം അടുപ്പിച്ച് ചെയ്യുന്ന നല്ലതാണ്. നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്താൽ മതി. ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാല്ലേ ചെയ്യണം. ചെയ്തുകൊണ്ട് കാര്യമില്ല, നമ്മുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം. നമ്മൾ അതുപോലെ ഭക്തി ഉണ്ടെങ്കിൽ അത് ഫലമാകത്തുള്ളൂ. അല്ല യാന്ത്രികമായിപ്പോൾ 12 ദിവസം അടുപ്പിച്ച് ചെയ്യുന്നില്ല അഷ്ടോത്തരാർച്ചന. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിസിനസ്സുകാർ അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാകാന് അല്ലെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകാന് ഞായറാഴ്ച, ചൊവ്വാഴ്ച, ഷഷ്ടിയുടെ അന്ന് മുരുകൻ അഷ്ടോത്തരാർച്ചന ചെയ്യുന്ന നല്ലതാണ്. വലിയ മാറ്റം വരും. അപ്പൊ ഇത് ഭൂമി സംബന്ധമായ ഏതൊരു കാര്യങ്ങൾക്ക് നല്ലതാണ്, വാഹന സംബന്ധമായ കാര്യങ്ങൾക്ക് നല്ലതാണ്, അതുപോലെ ദാമ്പത്യ കലഹങ്ങൾ മാറാൻ നല്ലതാണ്, വിവാഹ തടസ്സങ്ങൾ മാറാൻ നല്ലതാണ്, ചൊവ്വായ സംബന്ധമായ ഏത് ദോഷങ്ങളും മാറാൻ നല്ലതാണ്, അതുപോലെ ദുരിതങ്ങൾ മാറാൻ നല്ലതാണ്. ഏത് വിഷയത്തിലെ ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഏറ്റവും ഭഗവാൻ ഇഷ്ടമാണ്, നിങ്ങൾ ഒരു 3 മാസത്തിലോ 4 മാസത്തിലോ ഒരിക്കൽ ഭഗവാന് പഞ്ചാമൃത അഭിഷേകം ഒരു ചൊവ്വാഴ്ച ചെയ്യണം. ഒരു 3 മാസത്തിലോ അല്ലെങ്കിൽ 4 മാസത്തിലോ ഒരിക്കൽ പഞ്ചാമൃത അഭിഷേകം മുരുകന് ചെയ്യണം. ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ്. അങ്ങനെ ചെയ്തവരെല്ലാം ഭഗവാൻ നല്ല നിലയിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യം പോലെ, നിങ്ങളുടെ സാമ്പത്തികം പോലെ, നിങ്ങളുടെ സാഹചര്യം പോലെ ചെയ്യുക. വിശ്വാസത്തോടെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.